अच्छी लगी मेरे को, बहुत ज्यादा एक्शन है, एनिमल से भी अच्छी है, मतलब ആനിമൽ സി അച്ഛേ ആനിമൽ സി അച്ഛേ ഓ മൈ ഗോഡ് മലയാളത്തിൽ കുറച്ചധികം വാണ റിവ്യൂവേഴ്സ് ഇതൊക്കെ ഒന്ന് കാണണം. ആനിമൽ സി അച്ഛേ നമ്മളല്ല പറഞ്ഞത്, ഹിന്ദിയിൽ നിന്ന് ഒരു അച്ഛയാ പറഞ്ഞത്, അച്ഛേന്ന്. ഹായ് ഗൈസ്, ഐ എം വിച്ചു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാർക്കോ മൂവിയുടെ ഹിന്ദി റിയാക്ഷൻ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഓൾറെഡി തമിഴ് റിയാക്ഷൻ ചെയ്തത് കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും, കണ്ടിട്ടില്ലാത്തവരും കാണും. കണ്ടിട്ടില്ലാത്തവർ വേഗം പോയി എൻ്റെ പഴയ വീഡിയോ കണ്ടു നോക്കുക, അതിനുശേഷം ഹിന്ദിയിലേക്ക് വരിക. തമിഴ് റിയാക്ട് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നു തമിഴിനകത്ത് വലുതായിട്ടൊന്നും ഇല്ല, തമിഴ് ഇൻഡസ്ട്രിയിൽ അവരുടെ ലാംഗ്വേജ്, അവരുടെ ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതുകൊണ്ട് അവരുടെ റിയാക്ഷൻസ് ഒന്നും കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ല. നിങ്ങൾ ഹിന്ദിയിലേക്ക് പോകും, ഹിന്ദിയിൽ ആൾക്കാർ എന്താണ് പറയുന്നത്, അവരുടെ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാൻ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കാണണം, എന്താണ് അവർക്ക് മാർക്കോ എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് പറയാനുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഹിന്ദി അല്ലെങ്കിൽ ബോളിവുഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രിയാണ്. സിനിമ മേക്കിംഗ് ആയാലും ശരി, അവരുടെ ആക്ഷൻ ആയാലും ശരി, എക്സെട്ര എവ്രിവൺ. അഭിനയത്തിന്റെ കാര്യത്തിൽ അല്പം ബാക്കിൽ ആണെങ്കിലും ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഹിന്ദി മികവുറ്റത് തന്നെയാണ്. അപ്പൊ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റേ ഹിന്ദി മുൻഷയൊന്നുമല്ല, കണ്ടറിവും കേട്ടറിവും വെച്ചിട്ടുള്ള ഒരു ചെറിയ റിയാക്ഷൻ ആയിരിക്കും എന്റെ ഈ ചാനലിലൂടെ പോകുന്നത്. ഏതെങ്കിലും സുമോ ഹിന്ദി പാസ്സായിട്ടുള്ളവരും മുൻഷിയായിട്ടുള്ളവരും സാധനം എന്റെ ഈ വീഡിയോ കണ്ട് ക്ഷമിച്ചുകൊള്ളണം, അറിയിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പും കൂടെ ഉണ്ട്. നാളെ ഇതേ സമയം ബറോസ് മൂവിയുടെ റിയാക്ഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കാണാൻ പറ്റുന്നവരെല്ലാം മാക്സിമം കയറി കണ്ടിരിക്കണം. ഓക്കെ. हाय, अभी आप लोग कौन सी फिल्म देखकर आए हो? मार्कोस। മാർക്കോസ് അല്ലടി മൊട്ടക്രോസ്. മാർക്കോസ് മൂവി എന്ന് നീ പുള്ളിയെ കാണാ അഭിനയിച്ച് കാണൂ? ഇല്ല, പുള്ളി പാട്ടുകാരനല്ലേ, ഇനി ക്രിസ്മസ് ആയതുകൊണ്ട് പാട്ടം കാണാൻ പാടി കൊച്ചു കേട്ടതായിരിക്കും അതിനകത്ത്. എന്തായാലും കൊള്ളാം, നിങ്ങൾ എന്തായാലും ശരിയായല്ലോ കേട്ടോ. സിനിമ കാണുമ്പോൾ നിങ്ങളുടെ മലയാളത്തിലെ പേരുകളെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. മലയാളത്തിലെ പേരുകൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? മലയാളത്തിൽ മറുകണ്ഠം ചാടി ഇവൻ മലർന്നു കിടന്നാലും വായുദേവൻ കൂട്ടെന്നാ പറയുന്നത്. ഇത് എവിടെയും കാണാൻ പറ്റത്തില്ല, കാരണം ഇത് എന്റെ തത്വ, ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ. കേട്ട് പഠിക്കുക. മിക്ക വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് തത്വങ്ങൾ ഞാൻ പറയും. ബുക്കും കണ്ടെങ്കിൽ ബെക്കും പേപ്പറും എടുത്തുകൊണ്ടിരിക്കണം. കണ്ടല്ല ഇനി മുതൽ ക്ലാസ് കാണുന്ന കണക്ക്. അപ്പം മാർക്കോസ് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആരുടെ മാർക്കോസ്? ഉണ്ണി അല്ല, ഉണ്ണികൃഷ്ണന്റെ. ഓക്കെ. നല്ല മൂവി. നമ്മൾ ഹിന്ദി തന്നെ ആണോന്ന് അറിയത്തില്ല. ഹിന്ദി എന്ന് പറഞ്ഞ് ഞാൻ എടുത്തത് വേറെ ഏതോ വീഡിയോ ആണെന്ന് തോന്നുന്നു ഗൈസ്. Crazy. It was good. क्या बोलना चाहोगे फिल्म के बारे में? It's good. I like the action scenes and everything. क्या था मूवी के अंदर? ആ കൊച്ചു കഴിക്കുവാണോ ഇപ്പൊ? എന്ത് പേടേ ഇത്? थोड़ी violent थी, but we like it. मजा आया. एक्टिंग कैसी लग रही है? अच्छी थी, काफी अच्छी थी. क्या लगता है ऐसी वॉयलेंस मूवी बननी चाहिए या नहीं? हाँ, बननी चाहिए. വെയിറ്റ് ഒന്നുകൂടെ നോക്കേ. അയ്യോ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് തിന്ന് ക്യൂട്ട്നെസ് ഒഴുക്കുക കേട്ടോ. കൊച്ചിന്റെ വിചാരം കൊച്ചു ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേന് റാഷ്മിക മന്ദാന ഒഴുക്കി വിടുന്ന സാധനമാണ്. ഇത് റാഷ്മിക മന്ദാനായിട്ടല്ല എനിക്ക് തോന്നുന്നത്, ഏതോ തോട്ടുവെള്ളത്തിൽ കൂടെ പൊളവൻ ഇഴഞ്ഞു പോകുന്നതാണ്. എന്തായാലും കാണിച്ചോ കാണാൻ ഞങ്ങളെ പോലെ കുറെ പേരുണ്ടല്ലോ, കാണിരു കുഞ്ഞെ. तो क्या बोलना चाहोगे? लाइक लोग अब बॉलीवुड से मलयालम की तरफ भी शिफ्ट होते जा रहे हैं, तो क्या रीजन है आप लोगों के? ഇത്ര സ്പീഡിലൊന്നും ഹിന്ദി പറയില്ല, പയ്യെ നിർത്തി പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. I think storyline. അത് ആ പെണ്ണ് പറഞ്ഞ കറക്റ്റാ. ആ കൊച്ചിന് നമ്മുടെ സ്റ്റോറി ലൈനും ഇഷ്ടപ്പെട്ടത്. മലയാളത്തിൽ വലിയൊരു അഭിപ്രായം കിട്ടാത്തൊരു കാര്യമാണ് സ്റ്റോറി ലൈൻ. കാരണം നമ്മൾ ഇഷ്ടം പോലെ കഥകൾ കണ്ടിട്ടുണ്ട്. ഹിന്ദിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ കഥ അങ്ങ് പിടിച്ച്, കാരണം അവരെ സംബന്ധിച്ച് 10 പാട്ടും 12 ഇടിയും 4 മാസം കൂടെ ആയപ്പോൾ ഒരു സിനിമയായി. പിന്നെ കഥ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനിടെ കഥ ഓടുമെന്ന് അവർ പറയും. അതുകൊണ്ട് അവർക്ക് ഈ കഥയൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ മലയാളികളെ സംബന്ധിച്ച് വൺ ടൈം വാച്ചബിൾ കഥ. പക്ഷേ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ വയലൻസും ഇതിന്റെ ആക്ഷൻസും പിന്നെ ഉണ്ണി മുകുന്ദനും. അത് തന്നെ. कितना आप लोग इस फिल्म को रेट करने वाले हो आउट ऑफ 5? 4.5. 4. ഓ മൈ ഗോഡ്, 4.5, 5, 4. അതൊരു ഹിന്ദിക്കാർ. കാരണം ഹിന്ദിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ആക്ഷൻ സീൻസും ആക്ഷൻ മൂവീസിനൊക്കെ ബെസ്റ്റ് സ്ഥലമാണ്. അവർ തന്നെ ഇത്രയും വലിയ റേറ്റിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധനത്തിൽ എന്തൊക്കെ ഉണ്ടോ, നമ്മളിവിടെ കിടന്ന് തെളിയിട്ടൊന്നും ഒരു കാര്യമില്ല, സാധനത്തിലുണ്ട്. ഇതിന്റെ സംവിധായകൻ പടച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ഒരു ഇന്റർനാഷണൽ ആൾക്കാരുടെ പൾസ് മനസ്സിലാക്കി ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇമാതിരി ഒരു റിവ്യൂ മലയാള സിനിമയ്ക്ക് കിട്ടുന്നത്. ലാംഗ്വേജ് അറിയാതെ പോയത് കണ്ടായിരിക്കും ചിലപ്പോൾ. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. മാർക്കോ बहुत अच्छी थी, थ्रिलर था और एक्शन से. सेकंड पार्ट तो बहुत ही ज्यादा अच्छा था. അതെ, സിനിമയുടെ സെക്കൻഡ് പാർട്ടാ കൊച്ചിന് ഇഷ്ടപ്പെട്ടത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനും അല്ലെങ്കിൽ എന്നെ പോലെ ഒരുപാട് പേര് കണ്ടപ്പോഴും അതിന്റെ സെക്കൻഡ് പാർട്ടിലാണ് സിനിമ അങ്ങ് മാറി മറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഗ്രാഫിങ്ങിനെ അങ്ങോട്ട് ഉയർന്നു വരുന്നു അല്ലേ? The movie was good. Too good. हाँ, It was good movie. कितना रेट करोगे फिल्म का? 9.5. ഓ മൈ ഗോഡ്, 10 ഒരാൾ 9 മറ്റൊരാൾ 8.5. गुड. तो कौन सी फिल्म लेकर आए? मार्को कैसी लगी? अच्छी लगी मेरे को, बहुत ज्यादा एक्शन है, एनिमल से भी अच्छी है, मतलब ആനിമൽ സി അച്ഛേ. ഓ മൈ ഗോഡ്, മലയാളത്തിൽ കുറച്ചധികം വാണ റിവ്യൂവേഴ്സ് ഇതൊക്കെ ഒന്ന് കാണണം. ആനിമൽ സി അച്ഛേ നമ്മളല്ല പറഞ്ഞത്, ഹിന്ദിയിൽ നിന്ന് ഒരു അച്ഛയാ പറഞ്ഞത്, അച്ഛേന്ന്. കാണണം മക്കളെ, കാണണം. കാരണം ഹിന്ദിക്കാരെ അവരുടെ ലാംഗ്വേജും അവരുടെ ആൾക്കാരെയും വിട്ട് ഒരു കളിയില്ല.
പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് നല്ല ആൾക്കാർ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ആനിമൽസി അച്ചി എന്ന്. അത് അഭിപ്രായം തന്നെ നമുക്ക്. കാരണം ആനിമൽ കണ്ടവർക്കറിയാം അതിനകത്ത് കോൾഡ് ബ്ലഡഡ് പരിപാടികളൊക്കെ ഗണ്ണുകൊണ്ടുള്ള പരിപാടിയാണ്, ഗണ്ണുണ്ട്. പക്ഷെ ഉണ്ണിമുഖം അങ്ങനെ നല്ല നിലത്തിറങ്ങി അടിക്കുക, നിലത്തിറങ്ങി നല്ല നല്ല മറ്റേ ഉത്സവ പറമ്പിൽ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടിയെന്നല്ല, നല്ല സ്റ്റാൻഡേർഡ് നല്ല ഹൈ ക്ലാസ് അടി. അതായത് ഒരു സിഗ്മ മെയില്, ഒരു പ്രണയവും യാതൊരു പ്രണയവും അല്ലെങ്കിൽ മുഖത്തൊരു ഫീലിങ്സും വരാത്ത ഒരു സിഗ്മ മെയില് വന്ന് നിന്ന് അന്യ ഇടിക്കും. അതായത് നമ്മുടെ KGF-നകത്ത് കണ്ടിട്ടുള്ള റോക്കി ബായ് ഇല്ലേ, ആ റോക്കി ബായുടെ വേറൊരു വേർഷൻ തന്നെയായിരുന്നു ഈ സംഭവം. മനസ്സിലാകാം. स्टोरी अच्छी है उसकी बहुत ज्यादा. एनिमल में जिस तरीके का लेवल का वॉयलेंस दिखाया गया है, क्या लगता है इसमें ज्यादा है? काफी ज्यादा था. यार काफी है ये काफी है. मलयालम मूवी पूरा काफी है. अच्छा लगा. अच्छा है. ऐसी वॉयलेंस वाली मूवी बननी चाहिए या नहीं? बिल्कुल बननी चाहिए पर स्टोरी अच्छी हो तो बढ़िया. ओवरऑल आप इस फिल्म को कितना रेट करने वाले हो आउट ऑफ 5? मैं 4 करूंगा. 4.5. That's very good, man. That's very good for an Malayalam movie, and I am very thankful because I am a Malayali. रियलिस्टिक किसके लगते हैं, साउथ के या बॉलीवुड के? मैं दोनों ही कहूंगा. नहीं साउथ का. യെസ്, ആക്ഷൻ ഏതാന്ന് ചോദിച്ചപ്പോൾ ആ രണ്ടാമത്തെ ആൾ കൃത്യമായിട്ട് പറഞ്ഞു സൗത്ത് ഇന്ത്യൻ ആക്ഷനാണ്. അത് സത്യമാണ്. സൗത്ത് ഇന്ത്യൻ ആക്ഷൻ എന്ന് വെച്ചാൽ ആ പഞ്ചുണ്ടല്ലോ, ആ പഞ്ച് വന്ന് കൊള്ളുമ്പോൾ ഇങ്ങനെ ദേഹമൊക്കെ ഇങ്ങനെ കുലുങ്ങും. അമ്മാതിരി ഇടി, അല്ലാതെ നിന്നിടി ചാടി ഇടി. പിന്നെ മലയാളത്തിൽ 2-3 വ്യക്തികളുണ്ട് നിന്നിടിക്കുന്ന, അവരൊന്നും ഞാൻ ഈ വീഡിയോയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അവരുടെയൊക്കെ സിനിമകൾ വരട്ടെ, അപ്പം നമുക്ക് എടുത്ത് വെച്ച് ഇതിനകത്ത് പ്രവേശിപ്പിക്കാം. സിനിമ കൊള്ളത്തില്ലെങ്കിൽ മാത്രം, നല്ലതാണെങ്കിൽ നല്ലതാണേ പറയത്തുള്ളൂ. ഇനി നമ്മൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആരും അരിയും മേടിക്കണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ ആരും പട്ടിണിയും കിടക്കണ്ട. പക്ഷെ അത് നല്ലതായിരിക്കണം, ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരി മേടിക്കേണ്ട, റേഷൻ കാർഡ് കീറി കളഞ്ഞു, അത്രേ ഉള്ളൂ. एक्शन तो साथ थे. ഓ മൈ ഗോഡ്, തിയേറ്ററിൽ നിന്ന് ഏതോ ഒരു ഭീമൻ ഇറങ്ങി വരും നമുക്ക്. हाँ मार्को तो बहुत जबरदस्त मूवी थी. इस तरह का एक्शन जो അയ്യോ ഈ ലുക്കും ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആള് പഞ്ചഭാവ മലയാള സിനിമ നല്ല സിനിമയെന്ന് മാർക്കോ മൂവി അച്ഛാ മൂവി എന്ന് ഹി ബോൾത്താ ഹേ. जहाँ था ना वो तो बॉलीवुड में है ही नहीं, और पुष्पा से भी भारी इसका जो लास्ट का जो क्लाइमेक्स है अलग ही लेवल का. ब्लड शेडेड इतना सारा है तो എടി ഇതൊന്നും സത്യം പറഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ആരും പൈസ കൊടുത്ത് പ്രൊമോഷന് വേണ്ടി പറയിപ്പിക്കുന്നതല്ല. ഇത് വേറെ ഏതോ സ്ഥലത്ത് നമുക്ക് ആർക്കും അറിയാത്ത, ഈ പറഞ്ഞ ഉണ്ണിമുകുന്ദനെ പോലും ആർക്കും അറിയാത്ത, ഈ സംവിധായകൻ ആരാന്ന് പോലും അറിയാത്ത, ചിലപ്പോൾ സംവിധായകന്റെ പേര് പോലും ഈ കണ്ടിറങ്ങിയവന് ഓർമ്മ കാണത്തില്ല, അങ്ങനെ പോലും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് പറഞ്ഞു അച്ചായേ സൂപ്പർ ഹേ, കോൾഡ് ബ്ലഡഡ് മൂവിയെ ബേർത്ത് അച്ചായേ, ആനിമൽ സേ भी अच्छा है. ആരും നമ്മൾ പറയിപ്പിക്കുന്നതല്ല. फिल्म वाले लोग जो मूवी बना रहे हैं वो बहुत ही खतरनाक बना रहे हैं. जिस तरह का बॉलीवुड में दिख नहीं रहा, और तमिल ने भी और तेलुगु ने भी नहीं बनाया. मलयालम में मैंने ऐसी पहली बार मूवी देखी जो इतने तरह की एक्शन और इतनी ഹാർഡ് ഷെയ്ഡഡ് ബ്ലഡ് അത് നമ്മൾ മലയാളികൾ ഈ തമിഴന്മാരെയും തെലുങ്കന്മാരെയും കണക്കും അത്തരത്തിലുള്ള ഒരു കോൾഡ് ബ്ലഡോ അല്ലെങ്കിൽ മാസ് സാധനങ്ങൾക്കൊന്നുമല്ല ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞങ്ങൾ കൂടുതലും അഭിനയത്തിനാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഒരു കഥയുടെ രീതിക്കാണ്. ഒരു ലോ ബഡ്ജറ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു 10 കോടി രൂപയ്ക്ക് എടുക്കുന്ന സിനിമ നമ്മുടെ മലയാളികളപ്പം 15 ലക്ഷത്തിന് 20 ലക്ഷത്തിനൊക്കെ എടുത്തു കളയും. അതങ്ങനെ എടുക്കാമെന്ന് നമ്മൾ കാണിച്ചു തരുന്നത് മാത്രമല്ല, അത്രയധികം ക്വാളിറ്റിയോടും മികവോടും അഭിനയത്തോടു കൂടി പൊക്കി അധികം വിടണ്ട, നാളെ മിക്കാറും മൂഞ്ചും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, कुछ भी नहीं, किल तो कुछ भी नहीं है. ऐसा है, इतना ज़्यादा हैवी, इतना ज़्यादा ब्लड मूवी है. कहीं कहीं पे मुझे KGF का जो स्टाइल है वो हीरो का वो दिखाई दिया. യെസ്, KGF-ലെ ആ ഒരു ഹീറോയുടെ സ്റ്റൈലും ഉണ്ട് നമ്മുടെ ഉണ്ണിമുകുന്ദന്. തീർച്ചയായിട്ടും ഉണ്ണിമുകുന്ദൻ ആ ഗണ്ണൊക്കെ പിടിച്ചിട്ട് തിരിയുന്ന രീതിയും ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ, ആ നടത്തത്തിലുള്ള നിങ്ങൾ ഈ നടത്തത്തിലെ സ്വാഗ് സത്യം പറഞ്ഞാൽ ഇതിനകത്തല്ല. ഇതിന്റെ ഫസ്റ്റ് മൂവി ഉണ്ടല്ലോ മിഹാലിനകത്ത് അതിന്റെ ക്ലൈമാക്സ് സീനിൽ മറ്റേ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ചൊരു ഇടി കഴിഞ്ഞിട്ട് ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു സ്വാഗോടെ നടന്നു വരെ നടത്തിയുണ്ട്. അത് കണ്ടവർക്കറിയാം. ആ സമയത്ത് ഇവനെ ഒരു നായകനാക്കിയോ അല്ലെങ്കിൽ ഇവന്റെ ഒരു ക്യാരക്ടർ റോൾ മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഹിറ്റ് ആകുന്നു. അതുകൊണ്ട് സ്വാഗിനെ കുറിച്ചൊന്നും ഉണ്ണിമുകുന്ദനോട് പറയണ്ട. കൊണ്ടും കൊടുത്തും കയറി വന്നതാണെന്നാ പുള്ളി പറയുന്നത്. അങ്ങനെ തന്നെ അല്ല, അത് മറ്റേ ആളല്ലേ പറഞ്ഞത്, കൊണ്ടും കൊടുത്തും എടുത്തും വന്നതാണ്. സോറി മാറി ഉണ്ണിയേട്ടാ, ശ്രമിക്കാം. मार्को അല്ല, മാർക്കണ്ടേയൻ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചാൽ മാർക്കോന്ന്. യെസ് പറയൂ, ബാക്കി പറയൂ. അണ്ണൻ എന്തോ തുമ്പിയെ കണ്ടോണെന്ന് നിൽക്കുന്നു. How was it? Actually, it was good, violence-wise. Violence? Yeah. As compared to Animal, Yeah, definitely good. it's better? Yes. Okay. Star cast? I mean, I don't know so much about Malayalam cinema, so I can... ജെന്യുവിൻ ആൻസർ ഇതാ പറയുന്നത്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എ ഹ്യൂമൻ ബീയിങ് എന്ന്. ലുക്ക് കൊണ്ടൊന്നുമല്ല, ക്ലിയർ കട്ടായിട്ട് ഇത്ര നേരം പറയുന്നതിനേക്കാളും നല്ല കിടിലോട്ട് നല്ല വ്യക്തമായിട്ട് ആൻസർ പറയുന്നവര്. But story-wise and violence-wise, it was good. Action like cinematography? Yeah. Yes. Okay. One time watchable or repeat? One time watchable. One time watchable. Yes. What's the rating out of 5? I will say 4. 4. താങ്ക് യു സോ മച്ച്. ലവ് ഫ്രം കേരള. താങ്ക് യു. भाई कैसी लगी मार्को? सॉलिड पिक्चर था भाई. Solid थी.
क्या था सॉलिड मूवी में? सॉलिड में क्या मारकाट था ഓ എൻ്റെ അമ്മ, ഈ പുള്ളി മറ്റേ സിനിമ കണ്ട് തിയേറ്ററിനകത്ത് കസാരയിൽ ഇങ്ങനെ അമ്മക്ക് പിടിച്ച് ഞെക്കി പിടിച്ചിരുന്നത്. അടുത്ത ആരെങ്കിലും ഇരുന്നോ എന്തോ, ഞെക്കി പിടിച്ച് അങ്ങനെ ഇരുന്ന് സിനിമ കണ്ട വ്യക്തി. ആ ഒരു പഞ്ചും അല്ലെങ്കിൽ ആ സിനിമയ്ക്കുണ്ടായ ഒരു ഇമ്പാക്റ്റ് ഒക്കെ പുറത്ത് വരുമ്പോൾ ആ ഒരു മുഖത്തും അദ്ദേഹത്തിന്റെ സംസാരത്തിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ നമുക്ക് चंदा बोले बहुत मजा आया बोले। अच्छा, बहुत मजा आया। बहुत मजा आया। एनिमल से बेटर है? एनिमल का कुछ सीन ऐसा लग रहा था वहाँ पे, ओके, मगर उससे भी खतरनाक था। उससे भी खतरनाक था। वो एनिमल कुछ भी नहीं इसके सामने। അങ്ങനെയൊന്നും പറയാതെ ഞങ്ങൾക്ക് ഒരുപാടായി കഴിഞ്ഞാൽ ചില അഹങ്കാരം കൂടി. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാടായ തലക്ക് മുകളിലാന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി അങ്ങ് ഇരിക്കും തലയ്ക്ക്. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും വിചാരിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളങ്ങ് തിന്നാൻ തുടങ്ങുമ്പോഴായിരിക്കും വിചാരിക്കുന്നത് ഇവിടെ ആരും വേണ്ട, ഞങ്ങൾ മാത്രം മതി. അതുകൊണ്ട് അധികം ഒന്നും പൊക്കി വിടണ്ട, ഉള്ളതുപോലെ ആവശ്യം പോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും അമീർ ഖാനും ഒരുപാട് ഖാന്മാരും അങ്ങനെ ഒരുപാട് ഖാനൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കും. മലയാളികൾക്ക് ഇപ്പം നമുക്ക് മതി ഓവറാക്കണ്ട. मजा आया, मतलब बहुत मजा आया बोले। सेकंड पार्ट के लिए तो और इंटरेस्ट बढ़ गया। सेकंड पार्ट के लिए इंटरेस्ट बढ़ गया। सॉलिड। സെക്കൻഡ് പാർട്ടോട് കൂടി ഇഷ്ടപ്പെട്ട് ഒരുവിധം ഹിന്ദി അല്ലെങ്കിൽ ഈ പറയുന്ന ബോളിവുഡിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അഭിപ്രായം കണ്ട്. അതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അഭിപ്രായം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ നെഗറ്റീവ് റിവ്യൂ എടുത്തു വെച്ച് ഇതിനകത്ത് റിയാക്ട് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ ഭാഗ്യക്കേട് എന്ന് വെച്ചാൽ നെഗറ്റീവ് റിവ്യൂസ് ഇല്ല. അപ്പം സിനിമയുടെ റിവ്യൂ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നല്ല തകൃതിയായിട്ട് ഓടുകയാണ്. 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിലേക്ക് ഉണ്ണിമുകുന്ദന്റെ സിനിമ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ദിവസങ്ങൾ കിടപ്പുണ്ട്, ഇനിയും സമയങ്ങൾ കിടപ്പുണ്ട്, ഇനിയും പല ലാംഗ്വേജിലുള്ള റിയാക്ഷൻസും ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്തുകൊണ്ടുവരാൻ പറ്റുന്ന റിയാക്ഷൻസും ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എൻ്റെ ഇനി വരുന്ന വീഡിയോസിലെല്ലാം കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയായിരിക്കും ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം